ആ ഈ സഞ്ചിയും കെട്ടിപ്പറിക്ക് എങ്ങോട്ടാ രാവിലെ? സഞ്ചിയും പെറുക്കി കെട്ടി എങ്ങോട്ടാ നിന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ? അതിന് പറയുന്ന എന്നാന്നോ ആ ഒന്നും അറിഞ്ഞില്ലേ? ഒന്നും ഞാനും അറിയണേ അറിയല. ഇല്ല. താൻ ഇന്നലെ എന്റെ കെട്ടിയനെ കണ്ടായിരുന്നു. പിന്നെ കണ്ടായിരുന്നു. കണ്ടായിരുന്നു അല്ലേ? കണ്ടായിരുന്നു. ആ അതിന്റെ ഗുണമാ ഞാനിപ്പോ ഇതും പെറുക്കി കെട്ടി ഇറങ്ങിയേക്കുന്നത്. മനസ്സിലായോ? ചേട്ടനും വീട്ടിൽ നിന്ന് വേളം വല്ല ആ ഇല്ല, ഒന്നും വെച്ചില്ല. കുഴപ്പമൊന്നുമില്ലാതെ ആളിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ എന്നോട് ചോദിച്ചു നീ ഇപ്പൊ അതിനെ കാണണമെന്നില്ല, ഞാൻ ചേച്ചി വഴിക്ക് വെച്ച് കാണുന്നുണ്ട് ചില വീട്ടിലൊക്കെ ഇങ്ങനെ. അത് മതിയല്ലോ, വേറൊന്നും വേണ്ടല്ലോ. അത്ര മതിയല്ലോ. അത്രയല്ല പറഞ്ഞത്. പറഞ്ഞൊക്കെ എന്റെ മനസ്സിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പറയാത്ത ആളാന്ന് എനിക്കറിയാവില്ല. വെറുതെ ഇങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. കുടുംബം കലക്കി. ഞാൻ ചേച്ചി ദേഷ്യപ്പെടാൻ മാത്രമൊന്നും പറഞ്ഞിരുന്നേ. ദേഷ്യപ്പെടാല്ല, വല്ലടുത്ത് തല തല്ലിപ്പൊട്ടിക്കോ ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു ചേച്ചിനെ എല്ലാ വീട്ടിലും ചിലപ്പോ കാണാം ഇങ്ങനെ കാണാം. അവിടെ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടൊക്കെ ഇങ്ങനെ. തന്നോട് ചോദിച്ചായിരുന്നോ ഏതൊക്കെ വീട്ടിൽ കാണാവുന്നല്ലോ? ചോദിച്ചില്ല, ഞാനങ്ങ് പറഞ്ഞു. ഇങ്ങനെ നടക്കുക നേരം വെളുത്ത വയ്യോളം ഉണക്കാനായിട്ട്. ഈ സഞ്ചിയിലെന്നാ? സഞ്ചിയിലെ എന്നെ കൊണ്ട് പറയിക്കണ്ട. സഞ്ചിയിലെല്ലാം എന്നാ ചേച്ചി, എന്നാ പ്രശ്നം? ഇവിടെ എന്താ തല്ലുകൂടാൻ നോക്കുകയാണോ? അല്ല പെങ്ങളെ, ഞാൻ ഇന്നലെ ആ ചേട്ടന്റെ കൂടെ ഒന്ന് നടന്നു, അത്രേ ഉള്ളൂ. ഒന്നും പറഞ്ഞൊന്നുമില്ല. ചേച്ചിയെ കാണണമുണ്ടോ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് കാരണം കെട്ടും കടയും എടുത്ത് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഞാനിപ്പോ എന്റെ പിള്ളേരുടെ അരികിലേക്ക് പോവാ. അയ്യോ കഷ്ടായല്ലോ. എന്നെ വീട്ടിൽ കയറ്റുകയില്ലാത്ത ഇതേ എന്റെ പൊന്നി ചേച്ചി ഇങ്ങനെ സ്ഥിരം പരിപാടിയായത്. ഒരു ദിവസം ഇങ്ങളെ ഞാൻ ശരിയാക്കും. സ്ഥിരം പരിപാടിയായത്. എന്റെ കണ്ണുമ്പട്ട ഓരോ വീട്ടിൽ കൂടെയും ചെല്ലും എന്നുവെച്ച് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും, അലമ്പുണ്ടാക്കും. ഇത് തന്നെ പരിപാടി. അതാ പറഞ്ഞത്. ഇനിയുണ്ടല്ലോ വഴിക്കുന്നാനും കണ്ടെങ്കിൽ ദിശ വിട്ട് മാറിപ്പോക്കണം കേട്ടോ. ദിശ വിട്ട് മാറുമല്ല, കല്ലെടുത്ത് എറിഞ്ഞ് ഞാൻ തല പൊട്ടിച്ച സ്വഭാവം. ആ ചേച്ചി ഇപ്പം തിരിച്ചു വെക്കോ വീട്ടിലേക്ക്. ചേട്ടനെ കണ്ട് ഞാൻ പറയാം ഇയാൾ നുണ പറഞ്ഞാന്ന് കേട്ടോ. ചുമ്മാ വെറുതെ അലമ്പുണ്ടാക്കാൻ മതിയായില്ലേ? പുള്ളിക്കാരന് മനസ്സിലായിട്ട്. അല്ല ഇപ്പൊ ചെറിയ സുഖം കിട്ടിയോ ആ ചേച്ചിയെ വീട്ടിൽ? ഞാനെന്നും പടഞ്ഞില്ല, നമുക്ക് കണ്ടാ അറിയാം. ഞാനെന്നും പടഞ്ഞില്ല, നമുക്കറിയാലോ സ്വഭാവം എന്നാന്ന്. ആ ചേട്ടനോട് അങ്ങനെ വർത്താനം മര്യാദക്കുള്ള വർത്താനം പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് പറഞ്ഞത് എന്താന്ന് ഇപ്പൊ മനസ്സിലായി. പാവം ചേച്ചി കണ്ടില്ലേ കെട്ടും കടയായിട്ട് ഇറങ്ങിയേക്കുന്നത്. ആ പിന്നെ ചേച്ചി വീട്ടിലേക്ക് അല്ലേ ചേച്ചി? ചേട്ടനെ ഞാൻ കണ്ടോളാം കേട്ടോ. ആ ഞാനും വരാം. വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങർക്കിട്ട്. ആ